എൻ്റെ പേരിൽ ഇവരെ നീ ശത്രുവായിട്ട് കാണല്ലേ ഇന്ദ്ര. ഇതുവരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു ഇവരൊക്കെ. ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്റെയും കുടുംബത്തിന്റെയും മാനവും സ്വൈര്യവും കെടുത്താതെ നിങ്ങൾ ഇവിടുന്ന് നാട് വിട്ട് പോണം. ഇന്ദ്ര, അനു മോനെ, നീ ഈ മനുഷ്യനെ രക്ഷിക്കോ ഏറ്റെടുക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ എന്റെ വീട്ടില് ഇയാളുമായിട്ട് നീ വന്നാ പിന്നെ നിനക്ക് ആ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. മോനെ ഇന്ദ്ര, നിനക്ക് ജന്മം നൽകിയ നിന്റെ സ്വന്തം അച്ഛനെ കുറിച്ചാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിക്കണം. ജന്മം നൽകിയോട്ട് മാത്രം ഒരാളും അച്ഛനാവില്ല. ഒരച്ഛൻ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ചില കടമകളുണ്ട്. 18 വർഷം മുമ്പ് കുടുംബം ഉപേക്ഷിച്ചു പോയ ഒരാളെ വീണ്ടും ഏറ്റെടുക്കണമെന്ന് കോടതി പോലും പറയില്ല. ഒരു കോടതിയും പറയില്ല. വേണ്ട പോലെ, എന്നെ നിങ്ങൾ ഏറ്റെടുക്കണമെന്നോ കൂടെ നിർത്തണമെന്നൊന്നും ഞാൻ പറയില്ല. ഒന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയൊരു തർക്കത്തിന് നിൽക്കാതെ ഞാൻ തിരിച്ചു പോയിക്കോളാം. അതായിരിക്കും നല്ലത്. വെറുതെ എന്തിനാ ബാക്കിയുള്ളവരുടെ കൂടി സ്വസ്ഥത കളയുന്നത്? ഇന്ന് തന്നെ സ്ഥലം വിട്ടാ അത്രയും നല്ലത്. വണ്ടിക്കൂലി വേണമെങ്കിൽ ഞാൻ തന്നേക്കാം. എടാ അത് വേണ്ട, അത്രക്കൊന്നും വേണ്ട തരാം. നിന്റെ തീരുമാനം നീ പറഞ്ഞല്ലോ. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കണം, ഞങ്ങൾക്കറിയാം. ഞാൻ അനുവിനെ കല്യാണം കഴിച്ച അന്ന് മുതല് ഞാൻ നിങ്ങളെ അച്ഛാന്നാ വിളിച്ചത്. അത് എനിക്ക് ജന്മം നൽകിയോണ്ടല്ല. അത് പക്ഷെ ഒരച്ഛന്റെ വ്യക്തിത്വം മനസ്സിലാക്കിയിട്ട. വ്യക്തിത്വം ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യനെ എനിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ദയവ് ചെയ്ത് എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്. ഇന്ദ്രേട്ടാ, ഞാനും വരുന്നു. മാറ്. നീ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വന്നാൽ മതി. ഇന്ദ്രേട്ടാ